അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഈ ഓണത്തിന് തൃശൂരിനെ കുളിരണിയിക്കാൻ ഇതാ വരികയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത വാട്ടർഫോൾസ്. DJ അമ്യൂസ്മെന്റ്സ് ഒരുക്കുന്ന ഈ ദൃശ്യവിരുന്നിൽ ആവേശമണപൊട്ടുന്ന കിടിലൻ റൈഡുകളും ഷോപ്പിംഗിനായി ആകർഷകമായ സ്റ്റാളുകളും നാവിലൂറും വിഭവങ്ങളുമായി വിശാലമായ ഫുഡ് കോർട്ടും നിങ്ങൾക്കായി ഒരുക്കുന്നു. തവണത്തെ ഓണം നമുക്കൊരുമിച്ച് DJ അമ്യൂസ്മെന്റ്സിനൊപ്പം ആഘോഷമാക്കാം. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച. തെരുവ് നായ്ക്കളുടെ ദയാവധത്തിന് അവയെ പിടികൂടി വെറ്ററിനറി ഡോക്ടർ കുത്തിവയ്പ് നൽകണമെന്ന മാർഗനിർദ്ദേശവുമായി തദ്ദേശ വകുപ്പ്. അക്രമകാരികൾ, പേവിഷബാധയുള്ളവ, ഗുരുതരമായി പരിക്കേറ്റവ തുടങ്ങിയ നായ്ക്കളെ മാത്രമേ കൊല്ലാവൂ. വെടിവച്ചോ തല്ലിച്ചതച്ചോ കൊല്ലരുത്. കുത്തിവയ്പ്പിന് സോഡിയം പെന്റോ ബാർബിറ്റൽ, തയോ പെന്റാൽ സോഡിയം എന്നിവ മാത്രമേ ഉപയോഗിക്കാവൂ. ദയാവധത്തിന് നായ്ക്കളെ പിടികൂടിയ ശേഷം 3 നാൾ ഐസൊലേഷൻ സെല്ലിൽ പാർപ്പിക്കണം. ആരെങ്കിലും ഏറ്റെടുക്കുന്നില്ലെങ്കിൽ മാത്രമേ ദയാവധം ആകാവൂവെന്നും മാർഗനിർദ്ദേശം. VD സതീശൻ സർക്കാർ അധികാരമേറ്റിട്ട് ഇന്നത്തേക്ക് 100 ദിവസം പൂർത്തിയാകുന്നു. മെയ് 18-നായിരുന്നു പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മലബാർ ഖനന റോയൽറ്റി തർക്കത്തിൽ മലബാറിലെ ക്വാറികളിൽ നിന്ന് പിരിച്ച റോയൽറ്റി തുകയായ 1200 കോടി രൂപ ഭൂവുടമകൾക്ക് തിരികെ നൽകണമെന്ന കേരള ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. നാട്ടിലെല്ലാം ഓണം മൂട്. ഇന്ന് ഉത്രാടം, നാളെ തിരുവോണം. ഓണവിപണികളിൽ വൻ തിരക്ക്. വാഹന ബാഹുല്യം മൂലം ഗതാഗത കുരുക്ക്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമെല്ലാം ഓണാഘോഷ പരിപാടികൾ. സദ്യവട്ടങ്ങളും ഓണപ്പാട്ടുകളും കലാവിരുന്നും. തിരുവാതിരക്കളി, വടംവലി, വള്ളംകളി, കുമ്മാട്ടിക്കളി, ഓണത്തല്ല്. ശനിയാഴ്ച വൈകുന്നേരം തൃശൂരിൽ പുലിക്കളി. ഇന്ന് നബിദിനം. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ ഇന്ന് നാടെങ്ങും പ്രവാചക പ്രകീർത്തന സദസ്സുകളും വിവിധ ആഘോഷ പരിപാടികളും നടക്കും. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും മാനവികതയുടെയും സന്ദേശങ്ങൾ പകർന്നാണ് വിശ്വാസികൾ ഈ ദിനം ആചരിക്കുന്നത്. ലേണേഴ്സ് ടെസ്റ്റിനും ഡ്രൈവിംഗ് ടെസ്റ്റിനും സ്ലോട്ട് കിട്ടുന്നില്ലെന്ന പരാതി പരിഹരിക്കാൻ സ്കൂൾ, കോളേജ് ലാബുകൾ അടക്കമുള്ള സ്ഥലങ്ങൾ വാടകയ്ക്കെടുക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് RTOമാർക്ക് നിർദ്ദേശം നൽകി. ലേണേഴ്സ് പാസ്സായി ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിച്ചാൽ 45 ദിവസത്തിനകം സ്ലോട്ട് അനുവദിക്കണമെന്ന നിയമം നടപ്പാക്കണമെന്ന് ഗതാഗത കമ്മീഷണർ നിർദ്ദേശം നൽകി. ജില്ലാ ജനറൽ ആശുപത്രികളിൽ 24 മണിക്കൂർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഏർപ്പെടുത്താനുള്ള ആരോഗ്യ വകുപ്പ് നീക്കത്തിനെതിരെ KGMOയിലെ ഒരു വിഭാഗം ഡോക്ടർമാർ. മതിയായ ജീവനക്കാരില്ലാതെ സമയം നീട്ടാനാകില്ലെന്നാണ് നിലപാട്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ ഡോക്ടർ റാമിന്റെ അറസ്റ്റിൽ വീഴ്ച വരുത്തിയ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുധീർ കല്ലനെ സസ്പെൻഡ് ചെയ്തു. സുധീർ കല്ലനെ സസ്പെൻഡ് ചെയ്യാത്തതിന് ഹൈക്കോടതി ആഭ്യന്തര വകുപ്പിനെ വിമർശിച്ചിരുന്നു. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗളൂരു സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേരള സർക്കാരുമായി യാതൊരു കൂടിയാലോചനയും നടത്താതെയാണ് റെയിൽവേ ബോർഡ് തീരുമാനമെടുത്തതെന്ന് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിനെതിരായ പ്രതിഷേധത്തിനിടെ CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവും കോൺഗ്രസ് നേതാവ് VK ശ്രീകണ്ഠൻ MPയും തമ്മിൽ വെല്ലുവിളി. BJPക്കെതിരെ ശ്രീകണ്ഠൻ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തണമെന്ന് സുരേഷ് ബാബു DYFI സമരത്തിനിടെ വെല്ലുവിളിച്ചു. ആണത്തമുണ്ടെങ്കിൽ BJPക്കെതിരെ പ്രതിഷേധിക്കൂ എന്നായിരുന്നു ശ്രീകണ്ഠന്റെ തിരിച്ചടി. സർക്കാർ മാറുമ്പോൾ ബോർഡുകൾ പുനഃസംഘടിപ്പിക്കുന്നത് സ്വാഭാവികമാണെന്നും അതിനെ മറ്റൊന്നുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ലെന്നും മന്ത്രി AP അനിൽകുമാർ. വഖഫ് വിഷയത്തിൽ സമസ്ത നേതാവ് ഉമർ ഫൈസിക്ക് മറുപടിയായാണ് ഇങ്ങനെ പ്രതികരിച്ചത്. ന്യൂനപക്ഷങ്ങളെ CPM തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു ശ്രമിച്ചതെന്നും മന്ത്രി പറഞ്ഞു. വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ലെന്ന് സുപ്രീംകോടതിയിൽ സമസ്ത നേതാവ് ഉമർ ഫൈസി അടക്കമുള്ളവർ പറഞ്ഞിരുന്നുവെന്ന് KP നൌഷാദ് അലി MLA. എറണാകുളം, തൃശൂർ കളക്ടർമാർ റവന്യൂ പൊതുസ്ഥലമാറ്റ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥലമാറ്റ ഉത്തരവുകൾ പിൻവലിച്ചില്ലെങ്കിൽ കോടതിയെ ലക്ഷ്യ നടപടി നേരിടേണ്ടി വരുമെന്ന് ഹൈക്കോടതി. മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം മാവേലിക്കര സ്വദേശിനിയായ കെസിയയ്ക്ക്. ജയ്പൂരിൽ നടന്ന ഫൈനലിൽ 53 മത്സരാർത്ഥികളെ പിന്തള്ളിയാണ് 19-കാരിയായ കെസിയ കിരീടം ചൂടിയത്. ആലപ്പുഴ മാവേലിക്കര സ്വദേശികളായ മെജോ എബ്രഹാമിന്റെയും സുജ മെജോയുടെയും മകളാണ് കെസിയ.
തമിഴ്നാട്ടിൽ നിന്നുള്ള വൈഷ്ണവി ഗണേഷ് ഫസ്റ്റ് റണ്ണറപ്പും ഗുജറാത്തിൽ നിന്നുള്ള അനുശ്രീ സത്തവിലേക്കർ സെക്കൻഡ് റണ്ണറപ്പുമായി. ഈ ഓണം കളറാവട്ടെ പുളിമൂട്ടിൽ സിൽക്സ്. ഡിവൈഎഫ്ഐയിൽ വനിതാ അധ്യക്ഷ വരുന്നത് വളരെ നല്ല കാര്യമാണെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. യുവജന പ്രസ്ഥാനങ്ങളുടെ അമരത്തേക്ക് വനിതകൾ കടന്നുവരുന്നത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്നും നാളുകളിൽ യൂത്ത് കോൺഗ്രസിലും അവസരമുണ്ടെങ്കിൽ വനിതകൾ കടന്നുവരണമെന്നും മന്ത്രി ഒ ജെ ജനീഷ് പറഞ്ഞു. പക്ഷേ വനിതാ അധ്യക്ഷ തെരുവിലൂടെ നടന്ന് നാട്ടുകാർക്ക് കേട്ടാൽ അറയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ വിളിക്കരുതെന്നും ജനീഷ് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും മന്ത്രിയുമായ ഒ ജെ ജനീഷിന്റെ പരിഹാസത്തിന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടിയുമായി ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷ ചിന്ത ജെറോം. ഖജനാവ് കൊള്ളയടിക്കരുതെന്നും മന്ത്രിപദം ദുരുപയോഗിക്കരുതെന്നും ചിന്ത. സ്ത്രീവിരുദ്ധ മുദ്രാവാക്യം തടഞ്ഞതാണ് തങ്ങളുടെ രാഷ്ട്രീയമെന്നും അവർ കൂട്ടിച്ചേർത്തു. കരുവാറ്റയിൽ വയോധികൻ കൊല്ലപ്പെട്ട 13 വയസ്സുകാരി ഉൾപ്പെടെ 4 കൌമാരക്കാർ പ്രതികളാക്കപ്പെട്ട കേസിൽ സുപ്രീംകോടതിയുടെ നിരീക്ഷണം. സുപ്രീംകോടതി നിയോഗിച്ച ബാലാവകാശ നിയമവിദഗ്ധർ കുറ്റാരോപിതരായ കുട്ടികളുമായി വീഡിയോ കോളിലൂടെ സംസാരിച്ചു. വിചാരണ വേളയിലടക്കം സുപ്രീംകോടതി നിയോഗിക്കുന്ന നിയമവിദഗ്ധരുടെ നിരീക്ഷണമുണ്ടാകും. സംസ്ഥാനത്തെ റോഡുകളിൽ പ്രത്യേകിച്ച് ദേശീയപാതകളിൽ ലെയിൻ ട്രാഫിക് ലംഘിക്കുന്നവർക്കെതിരെ കേരള പോലീസ് നടപടി കർശനമാക്കുന്നു. അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി സാവധാനം പോകുന്ന വാഹനങ്ങൾ ഇടതുവശത്തും ഓവർടേക്ക് ചെയ്യാൻ വലതുവശത്തെ ലൈനും ഉപയോഗിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ച പാലക്കാട് അലനല്ലൂർ സ്വദേശി ആദിലിന്റെ അവയവങ്ങൾ 3 പേർക്ക് പുതുജീവനേകും. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിനെതിരെ ഡിആർഎം ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും നടത്തിയ പ്രതിഷേധ മാർച്ചുകൾ സംഘർഷത്തിൽ കലാശിച്ചു. ഒലവക്കോട് ഡിആർഎം ഓഫീസിന്റെ ഗേറ്റുകൾ ഉപരോധിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസിന്റെ പ്രതിരോധം തകർത്ത് കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സതീശൻ സർക്കാരിന്റെ ആദ്യ 100 ദിനങ്ങളെ രൂക്ഷമായി വിമർശിച്ച് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ. 5 ഗ്യാരണ്ടികളിൽ 1 മാത്രമാണ് സർക്കാർ നടപ്പാക്കിയതെന്നും മുഖ്യമന്ത്രി തന്നെ വർഗീയ രാഷ്ട്രീയം കളിക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം ഇന്ന് രാവിലെ ഉത്രാട ശീവേലിക്ക് ശേഷമാണ് സ്വർണ്ണക്കുടി മരച്ചുവട്ടിൽ കാഴ്ചക്കുല സമർപ്പണം ആരംഭിക്കുക. ക്ഷേത്രം മേൽശാന്തി ആദ്യ കാഴ്ചക്കുല ഭഗവാന് സമർപ്പിക്കും. ഓണാഘോഷത്തിനിടെ ജോലിയിൽ ഹാജരാകാതിരുന്ന 3 പോലീസുകാർക്ക് സസ്പെൻഷൻ. അരുവിക്കര സ്റ്റേഷനിലെ പോലീസുകാരായ അച്ചു ശങ്കർ, പ്രശാന്ത്, അനിൽകുമാർ എന്നിവരെയാണ് റൂറൽ എസ്പി സസ്പെൻഡ് ചെയ്തത്. ഉറങ്ങിക്കിടന്ന ഭാര്യ ഫൌസിയെ വിളിച്ചുണർത്തിയ ശേഷം പുഴക്കരയിലേക്ക് കൊണ്ടുപോയി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി മൃതദേഹം ചാക്കിൽ കെട്ടി പുഴയിൽ താഴ്ത്തിയ കേസിലെ പ്രതി ഹുസൈനുമായി പോലീസ് സംഭവ സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്തി. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം ഭയന്ന് രാവിലെ 7ഓടെ അതീവ രഹസ്യമായാണ് പ്രതിയെ പുറത്തൂർ പടിഞ്ഞാറേ കരയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. കനത്ത മഴ മൂലം ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും വെള്ളക്കെട്ട്. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 400ഓളം വിമാന സർവീസുകൾ വൈകി. 30 സർവീസുകൾ റദ്ദാക്കി. നോയിഡ, ഗാസിയാബാദ്, ഗുരുഗ്രാം, ഫരീദാബാദ് ഉൾപ്പെടെയുള്ള സമീപ പ്രദേശങ്ങളിലും കനത്ത മഴ. ഗുരുഗ്രാമിലെ സ്ഥാപനങ്ങൾ വർക്ക് ഫ്രം ഹോം അനുവദിച്ചു. ജന്തർ മന്തർ സമരം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനെതിരെ സെപ്റ്റംബർ 5-ന് രാജ്യവ്യാപകമായി സമരം നടത്തുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി. ഇന്ത്യ ഗേറ്റിൽ നിന്ന് ഡൽഹി പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ചും നടത്തും. പോലീസിന്റെ അതിക്രമത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളും യുവജന സംഘടനകളും അണിചേരുമെന്നും സിജെപി. സൊഹ്റാബുദ്ദീൻ ഷെയ്ഖ് ഏറ്റുമുട്ടൽ കേസിൽ 22 പേരെ വെറുതെ വിട്ട ബോംബെ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ ഹർജി. സൊഹ്റാബുദ്ദീന്റെ സഹോദരൻ നയാബുദ്ദീൻ ഷെയ്ഖാണ് ഹർജി നൽകിയത്. 22 പ്രതികളിൽ 21 പേരും പോലീസ് ഉദ്യോഗസ്ഥരാണ്. 2018-ൽ സിബിഐ പ്രത്യേക കോടതി മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടിരുന്നു. 2026-ൽ ബോംബെ ഹൈക്കോടതി വിധി ശരിവച്ചതോടെയാണ് സുപ്രീംകോടതിയിൽ അപ്പീലെത്തിയത്. തമിഴ്നാട്ടിൽ ഉപതെരഞ്ഞെടുപ്പുകൾ ഉടൻ നടത്തില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മദ്രാസ് ഹൈക്കോടതിയിൽ. തെരഞ്ഞെടുപ്പ് ഹർജികളിൽ വിധി വരാതെ ഉപതെരഞ്ഞെടുപ്പ് നടത്തില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്.
ഇതോടെ വിജയൊഴിഞ്ഞ തിരുച്ചി ഈസ്റ്റ് അടക്കം 5 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് വൈകും. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. സൈബർ ഭീകരാക്രമണ കേസിൽ 5 സംസ്ഥാനങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി റെയ്ഡ് നടത്തി. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, ബീഹാർ, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത്. 54 കേന്ദ്ര സർക്കാർ വെബ്സൈറ്റുകളെ ആക്രമണത്തിന് ലക്ഷ്യമിട്ട സംഭവത്തിലാണ് നടപടി. സിബിഎസ്ഇയെ അടിമുടി അഴിച്ചുപണിയുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി സിബിഎസ്ഇ അധികൃതരുമായി ചർച്ച നടത്തി. വരും വർഷത്തെ പരീക്ഷാ നടപടികളടക്കം ചർച്ചയായി. 12ാം ക്ലാസ് ഫലപ്രഖ്യാപനത്തിൽ ഗുരുതര പിഴവുണ്ടായ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ നടപടി. ഗോതമ്പ് പൊടി കയറ്റുമതി നിയന്ത്രണം കേന്ദ്ര സർക്കാർ നീക്കി. ആട്ട, മൈദ, റവ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് കേന്ദ്രം അനുമതി നൽകി. 11 വിമാനത്താവളങ്ങൾ കൂടി സ്വകാര്യവൽക്കരിക്കാനുള്ള വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാരിന്റെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അപ്രൈസൽ കമ്മിറ്റി അംഗീകാരം നൽകി. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. കിർഗിസ്ഥാനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ മോദിയെ കാണുമെന്നും പുടിൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ അറിയിച്ചു. ഇന്ത്യ ചൈന അതിർത്തി തർക്കം ചർച്ച ചെയ്യുന്നതിന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനയുടെ പ്രത്യേക പ്രതിനിധിയും വിദേശകാര്യമന്ത്രിയുമായ വാങ് യിയും തമ്മിൽ ഇന്ന് കൂടിക്കാഴ്ച നടക്കും. തന്റെ മകനെ വധിക്കാൻ ഇറാൻ ശ്രമിച്ചതായി വെളിപ്പെടുത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ചാനൽ 14ന്റെ മിലിറ്ററി കറസ്പോണ്ടന്റ് നോം അമീറുമായി നടത്തിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. റഷ്യയ്ക്ക് പ്രഹരമേൽപ്പിക്കാൻ ശേഷിയുള്ള സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈലുകൾ യുക്രൈനിൽ നിർമ്മിക്കാൻ ബ്രിട്ടൻ അനുമതി നൽകി. ഈ വർഷം അവസാനത്തോടെ നിർമ്മാണ യൂണിറ്റ് സജ്ജമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. സാമ്പത്തികമായി പിന്നാക്കമുള്ള വിദ്യാർത്ഥികൾക്കായി മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗിന്റെ ഭാര്യയായ പ്രിസില്ല ചാൻ ആരംഭിച്ച സ്കൂൾ അടച്ചുപൂട്ടി. കാലിഫോർണിയയിലെ ഈസ്റ്റ് പാലോ ആൾട്ടോയിൽ 2016 ആരംഭിച്ച ദി പ്രൈമറി സ്കൂൾ എന്ന വിദ്യാലയമാണ് അടച്ചുപൂട്ടിയത്. യുഎസ് നടത്തുന്ന സാമ്പത്തിക യുദ്ധത്തിൽ പങ്കുചേരുന്ന ഏതൊരു രാജ്യത്തിനെതിരെയും ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ. തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ കയറ്റുമതി തടസ്സപ്പെടുത്തുമെന്ന ഭീഷണി ഗൾഫ് രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കുകയും മേഖലയെ യുദ്ധഭീതിയിലാഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. മിസൈൽ ആക്രമണങ്ങളെ തുടർന്ന് ഇറാനുമായുള്ള വ്യാപാര ബന്ധം യുഎഇ അവസാനിപ്പിച്ചു. ഇതോടെ അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കാൻ ഇറാൻ ഉപയോഗിച്ചിരുന്ന പ്രധാന മാർഗമാണ് അടഞ്ഞത്. കെസിഎല്ലിൽ ആലപ്പി റിപ്പിൾസിനെതിരെ 6 വിക്കറ്റിന്റെ തകർപ്പൻ വിജയവുമായി കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്. ആദ്യം ബാറ്റ് ചെയ്ത ആലപ്പി റിപ്പിൾസ് 19.3 ഓവറിൽ 131 പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കാലിക്കറ്റ് 16.5 ഓവറിൽ ലക്ഷ്യത്തിലെത്തി. ക്യാപ്റ്റൻ രോഹൻ കുന്നുമലിന്റെയും സ്പിന്നർ ഹരികൃഷ്ണന്റെയും തകർപ്പൻ പ്രകടനമാണ് കാലിക്കറ്റിന് വിജയമൊരുക്കിയത്. ശ്രീലങ്കയ്ക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ. കളിയുടെ 2ാം ദിനം ധ്രുവ് ജുറേലിന്റെ അപരാജിത സെഞ്ചുറിയുടെയും ഋഷഭ് പന്തിന്റെ അർദ്ധ സെഞ്ചുറിയുടെയും കരുത്തിൽ ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 503 റൺസെടുത്ത് 1ാം ഇന്നിംഗ്സ് ഡിക്ലയർ ചെയ്തു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.